എല്ലാവർക്കും സാലീസ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു അറബിക് സ്വീറ്റ്സ് ആണ്, അതായത് കുനാഫ. അതിനു മുമ്പായിട്ട് എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരിക. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് ഒന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ ബട്ടറാണ് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി അത് മെൽട്ടായതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് വെർമിസെല്ലിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അത് ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. ചെറിയൊരു ബ്രൗൺ കളറാക്കി എടുത്താൽ മതി. നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിഞ്ഞു പോകരുത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. നമ്മുടെ കളറൊക്കെ മാറി നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കണ്ടൻസ്ഡ് മിൽക്കാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ വെർമിസെല്ലി ആയിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മളിതെടുക്കണം. എന്നാൽ മാത്രമേ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. അതിനുശേഷം നമ്മളിത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ മരത്തിൻ്റെയൊക്കെ അളവിനിട്ട് ഉപയോഗിക്കുന്ന ഒരു ചെറിയ അടപ്പുണ്ട്, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനകത്തേക്ക് നമുക്കിത് നന്നായിട്ട് ടൈറ്റായിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അമുക്കി കൊടുക്കാം. അതിനുശേഷം ഒരു കഷ്ണം കാഷ്യൂ നട്ട് അതിൻ്റെ മുകളിൽ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഉടഞ്ഞിട്ട് കഴിഞ്ഞാൽ നല്ല അതേ ഷേപ്പിൽ നമുക്ക് കിട്ടും. ഇതേപോലെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ പിന്നെ ഇതേ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. നമ്മുടെ കുനാഫയൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടും വളരെ ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക് യു.